ഞങ്ങൾ വർഗീയത പറയാൻ വരില്ല. ഒരാളും ഇനി വർഗീയത പറയില്ല. ഞാൻ പറഞ്ഞു, പിണറായി വിജയനും VD സതീശനും ഒക്കെ കുറച്ചാളും കൂടി ഉണ്ടാവുള്ളൂ. പിന്നെ ഓർമ്മയാവും, കുറച്ച് കഴിയുമ്പോൾ ഓർമ്മ പോലും ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ കേരളം ഉണ്ടാകും, നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഉണ്ടാകും. അവര് ജീവിക്കുന്ന ഈ കേരളത്തിന്റെ സൗഹാർദ്ദം തകർക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കും. നമസ്കാരം. മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടുള്ള PR വർക്കുകളുടെ ഭാഗമായിട്ട് കേരളത്തിൽ ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്ന ആഭാസ പ്രകടനങ്ങൾ വളരെയധികം വേദനയും പൊതുസമൂഹത്തിന് വളരെയധികം ഉത്കണ്ഠയും ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പിണറായിയുടെ ഭരണകൂട ഭീകരതയ്ക്കെതിരെയാണ് ജനങ്ങൾ വിധി എഴുതിയത്. അതല്ലാതെ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടായിരുന്നില്ല എന്നുള്ളത് പൊതുസമൂഹം ഇപ്പോൾ വളരെ ഉത്കണ്ഠയോടുകൂടി നോക്കിക്കാണുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ആഭാസ പ്രകടനങ്ങൾ അത് എത്രമാത്രം ആകുലതകളാണ് പൊതുസമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ ഒരു മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടുള്ള കടിപിടി, അതിപ്പോൾ UDFന്റെ ഏതൊരു നേതൃത്വമാണെങ്കിൽ പോലും കൂടെ അത് അംഗീകരിക്കപ്പെടുക എന്നുള്ളതല്ലേ ഒരു സാമാന്യ മര്യാദ എന്ന് പറയുന്നത്. കാരണം ഈ ജനങ്ങളെല്ലാം UDFനെ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു ഭൂരിപക്ഷം നൽകുമ്പോൾ അതിനകത്ത് ഒരൊറ്റ വ്യക്തിയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടല്ല എന്നുള്ളത് ആർക്കും മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയല്ലേ. VD സതീശൻ മുഖ്യമന്ത്രി ആകണം എന്നുള്ളത് പൊതുസമൂഹത്തിൽ നല്ലൊരു വിഭാഗം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതൊരു സത്യം തന്നെയാണ്. പക്ഷേ അങ്ങനെ ആയിക്കോട്ടെ, പക്ഷേ VD സതീശൻ മാത്രം ആയിരിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്നതിനകത്തല്ലേ അവിടെ അപകടം പതിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം നടന്ന പ്രകടനങ്ങളിലെല്ലാം VD സതീശന് വേണ്ടിയിട്ട് നടക്കുന്ന ഒരു PR വർക്കുകൾ വളരെ ഗുരുതരമാകുന്ന രീതിയിലേക്ക് കടന്നു പോകുന്നുണ്ട്. കാരണം പിണറായിസ്റ്റുകളുടെ ഒരു പ്രകടനം പോലെയോ അല്ലെങ്കിൽ ഹിന്ദുത്വ വർഗീയതയുടെ പ്രകടനം പോലെ ആയിപ്പോയി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള പ്രകടനങ്ങൾ. കാരണം അവിടെയെല്ലാം മറ്റ് ഇതര നേതാക്കളുടെ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ വളരെ ആദരണീയരായിട്ടുള്ള നേതാക്കളുടെ പോസ്റ്ററുകൾ പോലും കീറുക, കത്തിക്കുക, അങ്ങനെ വളരെ നികൃഷ്ടമായ പ്രവർത്തികൾ ഈ VD സതീശന് വേണ്ടിയിട്ട് നടത്തുന്ന PR വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മൾ എടുത്ത് കാണേണ്ടത് VD സതീശൻ്റെ അറിവോടുകൂടിയാണോ എന്ന് പോലും കൂടെയാണ് ഇപ്പോൾ പൊതുസമൂഹം ഈ കാര്യത്തിനകത്ത് ചോദിക്കുന്നത്. കാരണം എന്തുകൊണ്ട് VD സതീശന് ഈ കാര്യങ്ങൾ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നില്ല? VD സതീശന് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന, അല്ലെങ്കിൽ VD സതീശന് വേണ്ടി മാത്രം ഈ പ്രകടനങ്ങളും ഈ ആഭാസങ്ങളും അഭ്യാസങ്ങളും നടത്തുന്ന ഈ ഗ്രൂപ്പുകളെ VD സതീശൻ്റെ മൗനാനുവാദത്തോടു കൂടി നടത്തുന്നു എന്നുള്ളതല്ലേ ഇവിടെ കാണേണ്ടിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ എടുത്ത് കാണേണ്ട വേറൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം അതെല്ലാം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് ഈ ഇലക്ഷൻ്റെ അവസാന ലാപ്പിലേക്ക് എക്സിറ്റ് പോൾ വന്നതിന് ശേഷം, അതായത് വോട്ടെണ്ണുന്നതിൻ്റെ ഒരു 2 ദിവസം മുമ്പ്, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെയ് മാസം 1-ാം തീയതി രാവിലെ 8:40 ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ നമ്മുടെ എറണാകുളത്ത് നിന്ന് രാവിലെ 8:40 ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ VD സതീശനും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രധാനപ്പെട്ട ഒരു SIT സംഘം ചോദ്യം ചെയ്ത് അല്ലെങ്കിൽ കളവ് നടത്തിയ എന്ന് സംശയിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുമായിട്ടുള്ള രജികുമാറിനോടൊപ്പം VD സതീശൻ മംഗലാപുരത്തേക്ക് പോവുകയും മംഗലാപുരത്ത് ചെന്നതിന് ശേഷം അദാനി ഗ്രൂപ്പിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള കിഷോർ അൽവ എന്ന വ്യക്തിയെ ഈ കർണാടകത്തിലെ തന്നെ മംഗലാപുരത്തുള്ള ഒരു വമ്പൻ വ്യവസായിയും NDA എന്ന, അതായത് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന NDAയുടെ ഒരു പ്രമുഖ നേതാവായിട്ടുള്ള BM ഫറൂഖിൻ്റെ വസതിയിൽ വെച്ച് മറ്റൊരു NDAയുടെ ഒരു പ്രതിനിധിയായിട്ടുള്ള മൊയ്തീൻ ബാവയോടൊപ്പം VD സതീശൻ അവിടെ പങ്കെടുക്കുകയും അവിടെ ഒരു രഹസ്യ കൂടിക്കാഴ്ച നടത്തിയതും ഫോട്ടോ സഹിതം വീഡിയോ സഹിതം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത് പൊതുസമൂഹം വളരെ ഗൗരവത്തോടു കൂടി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് ഇവിടെ നരേന്ദ്രമോദി ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് അംബാനി അദാനിമാരുടെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രമാണ് എന്ന് കോൺഗ്രസും പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയും നിരന്തരം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ UDFൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന VD സതീശൻ ഈ വോട്ടെണ്ണുന്നതിൻ്റെ ആ 2 ദിവസം മുമ്പ് എന്തിന് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച, രഹസ്യ കൂടിക്കാഴ്ച നടത്തി? അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉയർന്നു വരുന്നത്.
ഇവിടെയാണ് ഈ PR വർക്കുകളുടെ ഒരു സാന്നിധ്യം വരുന്നത്. VD സതീശന് വേണ്ടി മാത്രമായിട്ട് ഇങ്ങനെ ഒരു PR വർക്കുകൾ നടത്തുകയും ഇതര നേതാക്കന്മാരുടെ ഫ്ലെക്സുകളും മറ്റെല്ലാം കീറി, അതായത് മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ BJPക്കാരോ അല്ലെങ്കിൽ CPMക്കാരോ പിണറായിസ്റ്റുകളോ കോൺഗ്രസിൻ്റെ ഓഫീസുകൾ ഫ്ലെക്സ് ബോർഡുകളും തകർക്കുന്നതിന് സമാനമായിട്ട് നമുക്ക് തന്നെ അറിയാം, ഈ ഇലക്ഷൻ്റെ തൊട്ടടുത്ത കാലഘട്ടം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നിലവിലുണ്ടായിരുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് 2 KSUക്കാർ കരിങ്കൊടിയുമായിട്ട് പാഞ്ഞു വന്നപ്പോൾ ആ വീണ ജോർജിൻ്റെ പരിസരത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ആ കരിങ്കൊടിക്കാരെയൊക്കെ പോലീസുകാർ പിടിച്ചു മാറ്റുകയോ ഒക്കെ ചെയ്തതിൻ്റെ പേരിൽ വീണ ജോർജ് അന്ന് പെടലി ഒടിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കള്ളപ്രചരണം നടത്തി ഹോസ്പിറ്റലിൽ പോയി കിടന്ന സാഹചര്യത്തിൽ കേരളത്തിലെ തന്നെ എത്രയോ കോൺഗ്രസ് ഓഫീസുകളാണ് അന്ന് പിണറായിസ്റ്റുകളുടെ പിണിയാളുകൾ തല്ലി തകർത്ത്, എത്ര കൊടിമരങ്ങളും തോരണങ്ങളും ഫ്ലക്സ് ബോർഡുകളും എല്ലാം തകർത്തത്. അതിന് സമാനമായിട്ടാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ VD സതീശൻ്റെ PR ക്യാമ്പുകൾ അല്ലെങ്കിൽ PRiസ്റ്റുകൾ അല്ലെങ്കിൽ PR വർക്ക് നടത്തുന്ന ഈ പ്രകടനക്കാരിപ്പോൾ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം രമേശ് ചെന്നിത്തലയുടെയും KC വേണുഗോപാലിൻ്റെ അതിനേക്കാൾ എല്ലാം ഉപരി കേരളം കണ്ട ഏറ്റവും മഹാനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ വരെ ഫ്ലക്സ് ബോർഡുകൾ തകർക്കുന്നു, കത്തിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളുടെ പോലും കൂടെ കേരളത്തിലെ ഏറ്റവും പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് നന്മയോടുകൂടി പ്രവർത്തിക്കുന്ന മാത്യു കുഴൽനാടൻ്റെ ഫ്ലക്സ് കീറി കത്തിക്കുന്നു. ഇത്തരം പ്രകടനങ്ങളൊക്കെ നടത്തുന്നതിൻ്റെ എല്ലാം പിന്നിൽ ഈ VD സതീശൻ്റെ PR ക്യാമ്പയിനാണ് നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മളിവിടെ നോക്കിക്കാണുമ്പോൾ ഈ VD സതീശൻ ഗ്രൂപ്പ് ഈ കേരളത്തിൽ തന്നെ കോൺഗ്രസിനെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണോ എന്ന് കൂടി ഇപ്പോൾ പൊതുസമൂഹം വളരെ ഗൗരവത്തോടു കൂടി വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മളിവിടെ എടുത്ത് ചൂണ്ടിക്കാണിക്കുന്നു. എന്തൊക്കെയാണെങ്കിലും ശരി, ഈ ഒരു പരിപാടി അല്ലെങ്കിൽ ഇത്തരം ഈ ഒരു വിഘടനവാദം കോൺഗ്രസ്സിൽ ഒരിക്കലും ആശാസ്യകരമല്ല എന്നുള്ളതും നമ്മളിവിടെ എടുത്ത് കാണേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.